ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ്. ഇപ്പോൾ നമ്മളെല്ലാവരും തന്നെ 5G ഫോണുകളാണ് പുതിയ ഫോൺ പർച്ചേസ് ചെയ്യുമ്പോൾ ചൂസ് ചെയ്യുക. കാരണം നേരത്തെ 4G ഫോൺ വന്നതുപോലെ 3G ഫോണുകൾ പെട്ടെന്ന് 4G വന്നപ്പോൾ അതിന് വഴിമാറി. ഇനി അതുപോലെ തന്നെ മിക്കവാറും 5G ഇന്ത്യയിലൊക്കെ വരുന്നതോടുകൂടി നമ്മൾ 4G ഫോണുകൾ ഒഴിവാക്കിയിട്ട് 5Gയിലേക്ക് മാറും. അപ്പോൾ നിലവിൽ 5G ഇറങ്ങിയ സമയത്ത് കഴിഞ്ഞ വർഷം ഫ്ലാഗ്ഷിപ്പ് ഫോണുകളൊക്കെ ആയിരുന്നു 5G വന്നിരുന്നത്. നമുക്ക് അഫോർഡബിൾ അല്ലാത്ത ഒരു റേറ്റിലൊക്കെ ആയിരുന്നു. അതായത് ഏകദേശം ഒരു 50,000 എബോവ് വരുന്ന അത്തരം ഫോണുകളിലൊക്കെ ആയിരുന്നു 5G വന്നിരുന്നത്. എന്നാൽ പല കമ്പനികളും ഇപ്പോൾ മിഡ് റേഞ്ചിലും 5G സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകൾ ഇറക്കി തുടങ്ങി. അപ്പോൾ അത്തരത്തിൽ സാംസങ്ങിൽ വന്ന ഏറ്റവും താഴെയുള്ള ഒരു മിഡ് റേഞ്ചിലുള്ള ഒരു ഫോണാണ് A42 എന്ന ഈ ഒരു മോഡൽ. സാംസങ്ങിൻ്റെ ഇപ്പോൾ നിലവിലുള്ള മിഡ് റേഞ്ചിലെ ഏറ്റവും വില കുറഞ്ഞ 5G ഫോണാണ് A42. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. സാംസങ് ഇതിന് മുൻപ് ഇറക്കിയ ഒരു മിഡ് റേഞ്ച് ഫോൺ എന്ന് പറയുന്നത് A71 എന്നൊരു ഫോൺ. A71 4G ഉണ്ട്, അതിലൊരു 5G ഫോണും വന്നിരുന്നു. അപ്പോൾ ഒരു 30,000 റേഞ്ചൊക്കെ ആയിരുന്നു. പക്ഷേ നിലവിലിപ്പോൾ ആ ഒരു മോഡൽ ലഭ്യമല്ല. അത് കമ്പനി നിർത്തിയിട്ടുണ്ടോ അതോ സ്റ്റോക്ക് ഷോർട്ടാണോ എന്നറിയില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവരും ചൂസ് ചെയ്യുന്നൊരു ഫോണാണ് A42. ഇവിടെ സൗദിയിൽ ഒരു 1300 റിയാലാണ് ഇതിൻ്റെ റേറ്റ്. ഇന്ത്യയിൽ എനിക്ക് കൊണ്ടൊരു ഇപ്പോൾ ബഡ്ജറ്റിലൊക്കെ വന്ന മാറ്റങ്ങളൊക്കെ അനുസരിച്ചൊരു 30,000 അടുത്തിട്ട് വില ഉണ്ടാവും എന്നാണ് കരുതുന്നത്. എനിവേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറയും അതുപോലെ റാം ഒക്കെ ഉള്ള നല്ല സ്പീഡുള്ള ഒരു ഫോൺ തന്നെയാണ് A42. ഇതിൽ 3 വേരിയൻറ്റ് ലഭ്യമാണ്. 128 സ്റ്റോറേജിൽ 4GB 6GB 8GB റാമുകളിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇതുകൂടാതെ ഇനി വരാനിരിക്കുന്ന ഫോണുകളെക്കുറിച്ച് കേട്ടത് റൂമറാണ്. A72 അതുപോലെ തന്നെ A52 എന്നീ 2 മോഡലുകൾ കൂടി സാംസങ് 5Gയിൽ കൊണ്ടുവരുന്നുണ്ട്. അതല്ല 5G വേണ്ട 4G ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ A71 നിങ്ങൾക്ക് ചൂസ് ചെയ്യുക. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഫോണാണ് A71. അതിലിപ്പോൾ 4G ലഭ്യമുള്ളൂ. മറ്റൊരു ഫോൺ ബാറ്ററി ബാക്കപ്പിനാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് വെച്ചാൽ 7000 mAh ബാറ്ററി വരുന്ന ഒരു ഫോണാണ് M52 എന്നൊരു മോഡൽ. അതും 4G ചൂസ് ചെയ്യുന്നവർക്ക് ചൂസ് ചെയ്യാവുന്നൊരു ഫോണാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ വൈകാതെ നമുക്ക് ഈ ഒരു A42 ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് അതിന് ചെറുതായിട്ടുള്ളൊരു റിവ്യൂ, കൂടുതലായിട്ട് വൈഡ് ആയിട്ടൊന്നും പറയുന്നില്ല, ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് സാംസങ് A42 ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഉള്ളിൽ കുറച്ച് ബുക്ക്ലെറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഫോൺ. 6.6 ഇഞ്ച് ഡിസ്പ്ലേ വരുന്ന ഒരു ക്വാഡ് ക്യാം ഫെസിലിറ്റി ഉള്ളൊരു ഫോണാണ്. ബോക്സിൽ പിന്നീട് വരുന്നത് ടൈപ്പ് C കേബിൾ വരുന്നുണ്ട്, ഒരു ഹെഡ്സെറ്റ് വരുന്നുണ്ട്, ഒരു ചാർജിങ് അഡാപ്റ്റർ വരുന്നുണ്ട്. 4 വെറൈറ്റി കളറുകളുണ്ട്. ഇത് 4 കളർ ഇങ്ങനെ ഷെയ്ഡായിട്ടുള്ളൊരു കളറിലാണ് വരുന്നത്. സിൽവർ വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്, മറ്റൊരു കളറും കൂടി വരുന്നുണ്ട്. നമുക്ക് ഇതൊന്നും ബൂട്ട് ചെയ്തിട്ട് നോക്കാം. ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻറ്റ് സെൻസറോട് കൂടി 6.6 ഇഞ്ച് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ 20 മെഗാ പിക്സലിൻ്റെ ഒരു പഞ്ച് ഹോൾ ക്യാമറ ആണ് സെൽഫി ക്യാമായിട്ട് വരുന്നത്. ഈ ക്യാമറ നമുക്ക് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ ഫുൾ HD വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് പവർ കീ, വോളിയം ബ്രോക്കൺ ബട്ടൺ വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സിം ട്രേ വരുന്നത്. താഴെയായിട്ട് ഒരു സ്പീക്കർ, അതുപോലെ തന്നെ ഒരു ടൈപ്പ് C സോക്കറ്റ് ആൻഡ് ഇയർഫോൺ ജാക്കും വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 10 ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതുപോലെ തന്നെ 5G സപ്പോർട്ട് ചെയ്യുന്ന കോൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 750 ആണ് ചിപ്സെറ്റ് വരുന്നത്. ബാക്ക് സൈഡിൽ ക്വാഡ് ക്യാം ഫെസിലിറ്റിയോടുകൂടി 48 മെഗാ പിക്സലിൻ്റെ 1.8 അപ്രൈച്ചറുള്ളൊരു വൈഡ് ലെൻസ് ആണ് മെയിൻ ക്യാമറ ആയിട്ട് വരുന്നത്. സെക്കൻഡറി ക്യാമറ ആയിട്ട് ഒരു 8 മെഗാ പിക്സലിൻ്റെ 2.2 അപ്രൈച്ചറുള്ള 8 മെഗാ പിക്സലിൻ്റെ ക്യാമറയും, അതുപോലെ തന്നെ ഒരു 5 MB മാക്രോ ലെൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 2.4 മെഗാ അപ്രൈച്ചർ വാല്യൂവിൽ ഒരു 5 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും കൂടിയാണ്. അങ്ങനെ ഒരു ക്വാഡ് ക്യാം ഫെസിലിറ്റി കൂടാതെ ഒരു LED ഫ്ലാഷും വരുന്നുണ്ട്. ഇതിൻ്റെ ബാറ്ററിയെ കുറിച്ച് നോക്കുമ്പോൾ നമ്മൾ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന 15 വാട്ട്സോട് കൂടി ഒരു 5000 mAh ബാറ്ററിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഇതിൽ ലഭിക്കും. അതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നമുക്ക് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ
4K വീഡിയോ ഷൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ 30 ഫ്രെയിം/സെക്കൻഡിൽ HD 1080pയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ 480 ഫ്രെയിം/സെക്കൻഡിൽ 720യിലും വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഡിസ്പ്ലേ ക്ലാരിറ്റിയെക്കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല സാംസങ്ങിൻ്റെ ഫോണുകളെ കുറിച്ച്. അതുപോലെ നമുക്കിതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി നോക്കാം. ലൗഡ് സ്പീക്കറിൽ അത്യാവശ്യം നല്ല സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് 5G ഫോണിൽ വില കുറഞ്ഞൊരു ഫോൺ തന്നെയാണ് സാംസങ്ങിൽ. എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു 5G ഫോണാണ് സാംസങ് A42 എന്നുള്ളത്. പിന്നെ ഇതിലെടുത്ത കുറച്ച് വീഡിയോസും പിക്ചറൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്യാമറ ക്ലാരിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ A42 എന്ന ഫോണിൻ്റെ അൺബോക്സിങ് റിവ്യൂ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല നല്ല അറിവുകളുമായി പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ നൗഷാദ് സൈനിങ് ഓഫ്.